ശല്യമുള്ള തെരുവുനായകളെ ദയാവധം നടത്താമെന്നുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ NFPR തിരൂർ താലൂക്ക് കമ്മിറ്റി തിരൂർ നഗരസഭയിലേക്ക് വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നായയുടെ വേഷമിട്ട് നജീം കളങ്ങര നാട്ടുകാരെ അമ്പരപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹീം പൂക്കത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് തലക്കടത്തൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ് മുല്ലഞ്ചേരി, ജമാൽ ഹാജി അന്നാര, മൻസൂർ പുല്ലൂണി, റഫീഖ് മീനടത്തൂർ, ഹരിദാസൻ, ഷാജി കാട്ടിലങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യാവകാശ ദംശനങ്ങൾ എവിടെയാണോ നടക്കുന്നത് അവിടെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ച് 2005 തൊട്ട്, അതായത് 26 വർഷങ്ങളോളം നാഷണലൈസ്ഡ് ബേസിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. 2022-23 കാലഘട്ടങ്ങളിൽ ഇതേ വിഷയവുമായി ഉന്നയിച്ചുകൊണ്ട് തിരൂർ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ അന്നൊരു പ്രതിഷേധ സമരം മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നടത്തിയിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ദിവസേന പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ എല്ലാ പ്രാദേശിക സർക്കാരുകൾക്ക് കീഴിലും ഓരോരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും 5 6 ആളുകളെ കടിയേറ്റതായി കാണാം. ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മുടെ പ്രാദേശിക സർക്കാരുകൾക്ക് 14 ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അവരുടെ കടമയാണ്. തെരുവുനായ വിഷയം അതിൽ ഒന്നാണ്. തെരുവുനായ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രാദേശിക സർക്കാരുകൾ സംയുക്തമായി ഇടപെടാത്തത്? സ്വന്തം ജനങ്ങളുടെയും ജീവനെയും സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യാവകാശ ദംശനമാണ് എന്നതുപോലെ അവരുടെ ഉത്തരവാദിത്വം കൂടെയാണ്. ആ ഉത്തരവാദിത്വം നടപ്പാക്കാത്തതിനെതിരെയാണ് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ NFPR ഇങ്ങനെ വ്യത്യസ്തമായ ഒരു നജീം കുളങ്ങര എന്ന കൊല്ലത്ത് നിന്നും ഒരാളെ ഇതിനായി ഒരു ഒറ്റയാൾ പട്ടാളം നടത്തി പ്രസിദ്ധനായ ആളാണ് നജീബ് കുളങ്ങര. അവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു സമരം നടത്തിയിട്ടുള്ളത്. ഈ ചാനൽ ന്യൂസ് തിരൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.